മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് കഞ്ചാവ് MDMA കടത്തു കേസുകളിലൊക്കെ പിടിയിലാകുന്നതെന്ന KT ജലീൽ MLAയുടെ പ്രസംഗത്തിനെതിരെ വിമർശനവുമായി മുസ്ലിം സംഘടനകൾ രംഗത്ത്. മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണേണ്ട വിഷയമല്ലിതെന്നും ഇത്തരം അഭിപ്രായങ്ങൾ മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും സമസ്ത മറുപടി നൽകി. മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിൽ KT ജലീലിന്റെ പ്രസംഗമാണ് വിവാദമായത്. മതപഠനമോ മതവിദ്യാഭ്യാസമോ കിട്ടാത്ത ഹിന്ദു സമുദായത്തിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് ഉണ്ടാകുന്നില്ലെന്നും KT ജലീൽ കുറ്റപ്പെടുത്തിയിരുന്നു. കോളേജുകളിലും സ്കൂളുകളിലും അച്ചടക്കം കാണിക്കുന്നതിനും അധ്യാപകരെ ബഹുമാനിക്കുന്നതിലുമൊക്കെ മുസ്ലിം കുട്ടികളെക്കാൾ ഇതര മതസ്ഥരായ കുട്ടികളാണ് മുന്നിലുള്ളതെന്നും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് മതനേതാക്കൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ KT ജലീലിന്റെ വാദം സമസ്ത തള്ളി. കുറ്റകൃത്യങ്ങളെ കുറ്റകൃത്യങ്ങളായി കാണുന്നതിനു പകരം അതിൽ മതം കലർത്തുന്നത് ശരിയല്ലെന്ന് സമസ്ത നേതാവ് സത്താർ പന്തലൂർ പറഞ്ഞു. മുജാഹിദ് സംഘടനയുടെ യുവജന വിഭാഗമായ ഇസ്തം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സെമിനാറിൽ ജലീൽ നടത്തിയ പ്രസംഗമാണ് വൈറൽ ആകുന്നത്. നേരത്തെ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ മതനേതൃത്വം ഇടപെടണമെന്ന് ജലീൽ പറഞ്ഞതും വിവാദമായിരുന്നു. ജലീലിന്റെ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ ഒരു പഠനം നടത്തി നോക്കുക. ഇപ്പോൾ MDMA കൈവശം വച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവർ എല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെ പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം എന്നിവ കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ടു നടക്കരുത് എന്ന്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്നും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോവാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല എങ്കിൽ അതെന്താണ് എന്നതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടേ? ഞാനൊരു 10-12 വർഷക്കാലം കോളേജ് അധ്യാപകനായിരുന്നു. എനിക്കറിയാം, ഇവിടെ അധ്യാപകന്മാർ ഉണ്ടാവും. നമുക്ക് സത്യസന്ധമായി നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ? അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുന്നിൽ മുസ്ലിം കുട്ടികളാണ്. മുസ്ലിം കുട്ടികൾക്ക് ഇതൊക്കെ മതപാഠശാലയിൽ നിന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരാണോ ഇത് ഒന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി കോളേജുകളിലും സ്കൂളുകളിലും ഉള്ളത്? എന്തോ ഒരു തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ എല്ലാവരും വേണ്ട വിധം പരിശോധിച്ച് അതിനെ നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അത് അവർ വിൽപ്പന നടത്തുന്നതും അതിന്റെ കാരിയർമാർ ആവുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നാം കൊണ്ടുവരുന്നു, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നാം കടത്തും. ഇങ്ങനെ ഇതെല്ലാം ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന നിലയിലാണ് പൊതു മുസ്ലിം സമൂഹം കാണുന്നതും വിശ്വസിക്കുന്നതും. അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. വെള്ളിയാഴ്ച ഖുബൂത്തകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കണം, പണത്തോടുള്ള മോഹം ഇല്ലാതാക്കണം. അതുമാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായ വഴിയെന്ന് പറയുന്നത്.